ഹായ് ഗൈസ്, അങ്ങനെ നമ്മളെ പുതിയൊരു ഗെയിം ചാനൽ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റ് കളിക്കാൻ കുറേ നാളായി. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ എടുത്തൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഗെയിം പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ മൈൻക്രാഫ്റ്റ് ഓൾഡ് വെർഷനാണ് കളിക്കുന്നത്. അതായത് 1.1.2 1.12 അങ്ങനെ അതങ്ങാണ്ടോ ഒന്ന് അതിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മരം വെട്ടി, അതുപോലെ തന്നെ കുറച്ച് ഷീപ്പിനെ തല്ലിക്കൊന്നു. എന്തായാലും ഗൈസ്, എന്തൊരു ഷീപ്പ് അടയ്ക്കുന്നു എന്താ. ഓക്കെ, ഈ 1.12 എന്ന് പറയുന്ന ഈ വെർഷൻ വലിയ ചേഞ്ച് ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തായാലും 1.8 കളിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയൊക്കെ. അതായത് നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു മുട്ട് വെച്ച് പ്ലാങ്ക് ആക്കുക. പ്ലാങ്ക് വെച്ച് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമ്മളാണെങ്കിൽ ഒരു ആക്സ് പിക്കാക്സ് ഉണ്ടാക്കണം. എന്തായാലും വളരെ ആയിരിക്കില്ല. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് പുതിയതായിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെയിനായിട്ട് വേണ്ടൊരു സാധനം തന്നെ നമുക്ക് മരമാണ് മെയിനായിട്ട് വേണ്ടത്. ഈ മരം വെച്ചാണ് ബാക്കിയുള്ള എല്ലാ കാര്യവും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആക്സ്, പിക്കാക്സ്, സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെയായിരിക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ബെഡാണ് ഗൈസ് ഉണ്ടാക്കുന്നത്, നമുക്ക് ഉറങ്ങാനുള്ളത്. നമ്മളതിൽ കുറേ ബോളൊക്കെ കളത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു ഇത് വെച്ച് നമ്മളാണെങ്കിൽ ആക്സും പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്കിനി ബേസ് വെക്കാനുള്ള സ്ഥലത്താണ് നമുക്ക് പോവാം ഗൈസ്. എന്തായാലും ഇനി ഗൈസ്, നമ്മളാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു സ്ഥലത്തോട് നമ്മൾ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നിന്നതിൻ്റെ തൊട്ട് താഴെയാണ്. ഇവിടെ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വൈബ് സ്ഥലമൊക്കെ തന്നെയാണ് ഇവിടെ. നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ആവാൻ നോക്കാം. എന്തായാലും നമുക്കിവിടെ നമ്മുടെ ബെഡ് നമ്മുടെ ബെഡും അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് നമുക്കൊരു മൈനിങ്ങിന് ചെറുതായിട്ട് മൈനിങ് ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് നമ്മൾ അപ്പുറത്തോട്ട് കാണാൻ പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഗൈസ്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തോട്ട് നമ്മളാണ് ജസ്റ്റ് ഒരു മൈനിങ്ങിന് പോവാണ്. ജസ്റ്റ് മൈനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോൺ എടുക്കാൻ വേണ്ടി താഴോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പിക്കാക്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ പിക്കാക്സ് കൊണ്ട് നമുക്ക് സ്റ്റോണൊക്കെ എടുക്കാം. ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്കിനി കുഴിച്ച് താഴോട്ട് പോകാൻ ഗൈസ്. എന്തായാലും നമുക്കിനി ചെയ്യാം. നമ്മൾ അടി എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇനി ഇത് എല്ലാം മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഒരു അത്യാവശ്യം കുറച്ചൊരു സ്റ്റാക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് മണ്ടലോട്ട് കയറാം. നമുക്ക് എന്തായാലും ആവശ്യം വരെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 44 കൊബിൾ സ്റ്റോൺ ഉണ്ട്. നമ്മളങ്ങനെ പറഞ്ഞത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പൊ നൈറ്റായി വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇനി കയറി കിടന്ന് ഉറങ്ങണം. ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ല ഇതൊക്കെ കൊബിൾ സ്റ്റോൺ എടുത്തോണ്ട് നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കി നാളെ ആകുമ്പോൾ ഇനി വെച്ചിട്ട് നൈറ്റ് ആയി ഉറങ്ങാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും ഉറങ്ങി. ഓക്കെ, നമ്മളിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കൊബിൾ സ്റ്റോൺ വെച്ച് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ പോവാണ്. ഫർണിച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഫുഡ് കാര്യങ്ങൾ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫർണിച്ചർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ നമ്മൾ പ്ലേസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് അതിനകത്ത് കോള് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കുക്കാം. പക്ഷെ എൻ്റെ ഇപ്പൊ കോളില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം എല്ലാം രണ്ടെണ്ണം കുക്കായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇത് കഴിക്കാൻ പോകണം ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഫുഡ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഹങ്കറൊക്കെ കുറഞ്ഞുണ്ട്. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് ഹങ്കർ കുറയും ഗൈസ്. അതൊരു നല്ല കാര്യമല്ല, ഞാൻ പറഞ്ഞതാണ് ഗൈസ്. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഒരു ആക്സും ഒരു പിക്കാക്സും നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. സ്റ്റോൺ ആക്സും സ്റ്റോൺ പിക്കാക്സും ആണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഈ രണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും വുഡൻ ടൂൾസൊക്കെ ഇനി നമുക്ക് ആവശ്യമില്ല, നമുക്ക് എന്തായാലും എടുത്തറിയാനത്. ഓക്കെ, എന്തായാലും സ്റ്റോൺ ആക്സ് ആൻഡ് സ്റ്റോൺ പിക്കാക്സ് ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടെ കാണുന്ന സ്പ്രൂസ് മരം വെട്ടാനായിട്ട് പോവാം ഗൈസ്. എന്തായാലും ആ മരം വെട്ടിക്ക് തന്നെ ആ വുഡാണ് ഏറ്റവും ബിൽഡിങ്ങിന് നല്ല വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും അത് വെച്ച് നമുക്ക് വീട് പണി നോക്കും. ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ അത് തീർക്കാൻ എന്തായാലും നമുക്ക് ഈ മരം എല്ലാം വെട്ടിയിട്ട് തിരിച്ചു കാണാം ഗൈസ്. ഗൈസ്, നമ്മളിങ്ങനെ നമ്മുടെ 22 മരം പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇത്ര നമ്മൾ വെട്ടിയിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് ലെങ്തായെന്ന് തോന്നുന്നു വീഡിയോ, എനിക്ക് അറിഞ്ഞൂടാ. ഇതേ നമ്മൾ അങ്ങനെ അതും വെട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ
ഒരുപാടും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു മരം വെച്ച് നമ്മളൊന്ന് പണിഞ്ഞു വയ്ക്കുന്നു, മണ്ടലോട്ട് ചെറുതായിട്ടൊന്ന് പണിഞ്ഞു വയ്ക്കുന്നു, അത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ ഗൈസ്. ഇതൊരു നമ്മളങ്ങനെ 22 മരം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഗൈസ്. എന്തായാലും ഇനി നമ്മൾ ഇച്ചിരി തന്നെ മൈൻ ചെയ്തിട്ട് ആ മൈൻ അവിടെയാണ് ഞാൻ തപ്പുന്നത് ഗൈസ്. അത് എവിടെ പോയി കുഴിച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതും മറന്നു ഗൈസ്. അവിടെ പോയി കുറച്ച് കൊബിൾ സ്റ്റോൺ എടുക്കാമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീടിന്റെ പണി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെയാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും ഇവിടുന്ന് മണ്ടയിലോട്ട് നമ്മൾ 4 ബ്ലോക്ക് ഹൈറ്റ് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ വുഡ് വെക്കുന്നു, എന്നിട്ട് നമ്മൾ ചാടി അപ്പുറത്ത് വീഴുന്നു. പക്ഷേ ഓക്കെ, നമ്മൾ എന്തായാലും ഇതും പൊളിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ അതും വെക്കുന്നു. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഗൈസ്. എന്തായാലും ഞാൻ തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ താമസിച്ച് ഞാൻ മറന്നു പോയാലോ വെച്ചിട്ട് ഞാൻ ചെയ്തു വെക്കുന്നത്. എന്തായാലും കുറച്ചൊരു ഗ്യാപ്പ് മതി. എന്തായാലും വലിയ വീടൊന്നുമില്ല ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള വീട്. അതൊന്നും എനിക്ക് ഇത്രയ്ക്ക് നല്ലൊരു വീട് പണിയൊന്നും അറിഞ്ഞുകൂടാ. അതിനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. എന്തായാലും നമ്മൾ ഇതും മണ്ടോട്ട് വെച്ചിട്ട് ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പ് ഇത് ചുമ്മാ ഓരോ ദിവസം ഞാൻ ഇത് ഫുള്ളാക്കി വെച്ചോളാം. ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഇത് ഫുള്ള് ചെയ്ത് തീർത്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നല്ല ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിച്ചോളാം. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ. ഓക്കെ, ശരി അമ്മ, ബൈ.